നമ്മളെപ്പോഴും ലോകത്തിൽ മഹാന്മാരെ കുറിച്ച് പറയാറുണ്ട്, മഹാന്മാരുടെ മഹിമകൾ പാടാറുണ്ട്. എന്താണ് മഹാനത? ഏതോ ഒരു വിശേഷത ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ അവരെ മഹാത്മാക്കൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ മഹാനതയുടെ ആധാരം എന്താണ്? അല്ലെങ്കിൽ എന്തിന്റെ ആധാരത്തിൽ നമുക്ക് മഹാനായി തീരാം? സ്വയം ഭഗവാൻ നമ്മളോട് പറയുന്നു, ആരുടെയാണോ ദൃഷ്ടി, അതായത് കാഴ്ചപ്പാട്, ആറ്റിറ്റ്യൂഡ് പരിധിയില്ലാത്തതായിട്ടുള്ളത്, ആരുടെയാണോ വൃത്തി, മനോവൃത്തി, അതായത് ചിന്തകൾ പരിധികളില്ലാത്തതാകുന്നത്, അവരാണ് മഹാത്മാക്കൾ. ജാതി, മതം, രാഷ്ട്രം, രാഷ്ട്രീയം, നിറം, വർണ്ണം ഇതിനെല്ലാം അപ്പുറത്ത് ഒരു വിശാലമായ കാഴ്ചപ്പാടോടുകൂടി വിശാലമായി ചിന്തിക്കാൻ ആർക്ക് സാധിക്കുന്നോ അവർക്ക് മാത്രമേ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കടന്നു വരാനും അതിലൂടെ മഹാനത കാഴ്ചവെച്ച് മഹാൻ ആത്മാവായി തീരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മളും മഹാനത പിന്തുടരുക, പരിധിയില്ലാത്ത ദൃഷ്ടിയും വൃത്തിയും മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നമുക്കും മഹാൻ ആത്മാവായി മാറാൻ കഴിയും.